കഥ തുടങ്ങുന്നത് ഗാവോ എന്ന നമ്മുടെ കഥാനായകന്റെ കാർ അപകടത്തിൽ പെട്ട് കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ക്ലിഫിൽ മലക്കം മറിഞ്ഞു കിടക്കുന്ന ഈ കാറിൽ ഗാവോ നല്ല പരിക്കേറ്റ് കിടക്കുന്നു. എങ്കിലും അവന് ബോധമുണ്ട്. ഇതേ സമയം കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്ന് നമ്മുടെ കഥാനായികയായ സിംഗ് ഈ കാറിനെയും അവനെയും തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നു. ഗാവോയ്ക്ക് ബോധമുണ്ടെന്ന് കാണുന്ന അവൾ അവന്റെ അടുത്തെത്തി അവനെ അടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു അപകടം സംഭവിക്കുന്നതിന് ഏകദേശം 8 മണിക്കൂർ മുന്നേ നടന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഗാവോ ഒരു നിധിവേട്ടക്കാരനാണ്. നിധി എന്ന് വെച്ചാൽ അവൻ ഈ പ്രഷ്യസ് ആയ ജെംസിന്റെയും സ്റ്റോൺസിന്റെയും ഒക്കെ കച്ചവടമാണ് ഉള്ളത്. എവിടെ റയർ ആയ സ്റ്റോൺസ് ഉണ്ടോ അവൻ അത് കൈക്കലാക്കി കച്ചവടം ചെയ്യാനായി ശ്രമിക്കും. അന്ന് അവൻ അവന്റെ കൂട്ടാളികളായ 2 പേരോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായി നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ 2 പേര് തന്നെ ഫോളോ ചെയ്ത് വരുന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ കൂട്ടാളികളോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് കാർ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ പ്രതീക്ഷകളെ തെറ്റിക്കാതെ അവനെ ഫോളോ ചെയ്ത് വന്നിരുന്നവരുടെ കാറും അവന്റെ വണ്ടിയെ പിന്തുടരുന്നു. ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായി ഗാവോ വേഗം തന്നെ വണ്ടി സ്പീഡ് കൂട്ടി പോകുന്നതും അത് ആക്സിഡന്റിൽ കലാശിക്കുന്നു. അങ്ങനെ എങ്ങനെയാണ് ഗാവോയ്ക്ക് അപകടം പറ്റിയതെന്ന് കാണിച്ച ശേഷം ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ കാണുമ്പോൾ അവൻ എത്തി നിൽക്കുന്നത് കാട്ടുവാസികളുടെ അടുത്താണ്. ഈ കാട്ടുവാസി ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ സ്ത്രീകളാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്ത്രീകൾ സൈനികരായും ഗാർഡ്സായും ജോലികളും മറ്റും ചെയ്തുമെല്ലാം കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കുടുംബത്തിലെ പുരുഷന്മാർ കുട്ടികളെയും നോക്കി അടുക്കളപ്പണിയും ചെയ്ത് വീട്ടിലിരിക്കുന്നു. കൂടാതെ തന്നെ അടിച്ച് ബോധം കെടുത്തിയ സിംഗ് എന്ന പെൺകുട്ടിയാണ് ഈ ഒരു ട്രൈബിന്റെ ക്വീൻ എന്ന് മനസ്സിലാക്കുന്ന ഗാവോ ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെ ഒരു ട്രൈബ് ഈ നാട്ടിലോ, അതും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല, ഒരു ടെക്നോളജി ഇല്ല, ഒന്നുമില്ല. ഇതെന്തോ സെറ്റപ്പ് ആണെന്ന് അവൻ കരുതുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ അവനെ പിടിച്ച് കൂട്ടിലടയ്ക്കുമ്പോഴൊക്കെയാണ് അവന് മനസ്സിലാവുന്നത് സംഗതി കളിയല്ല, സീരിയസ് ആണെന്ന്. ഈ സമയം ഈ ട്രൈബിലെ ജ്യോതിഷി ഗാവോയോട് സംസാരിക്കാനായി എത്തുമ്പോൾ അവൻ തന്നെ പുറത്തേക്ക് വിടാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. ക്വീനോട് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്, അവർ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് ജ്യോതിഷി പറഞ്ഞത് പ്രകാരം സിംഗ് വരുമ്പോൾ ഗാവോ റിക്വസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് മനസ്സലിഞ്ഞ് സിംഗ് ഗാവോയെ അവന്റെ കാർ തകർന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നു രക്ഷപ്പെട്ടു പോകാനായി. ഈ സമയം കാർ തരിപ്പണമായി കിടക്കുകയാണെങ്കിലും കാറിനകത്ത് ഉപയോഗമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായി അവൻ പരിശോധിക്കുമ്പോൾ അവനൊരു റോഡ് കിട്ടുന്നു. അവൻ ആ റോഡ് എടുത്ത് വണ്ടി നശിച്ചു കിടക്കുന്നതിന്റെ ദേഷ്യത്തിൽ വണ്ടിക്കിട്ട് 2 എണ്ണം കൊടുക്കുമ്പോൾ അറിയാതെ അത് പുറകോട്ടാഞ്ഞ് പുറകിൽ നിന്ന് സിംഗിന്റെ തലക്കിട്ട് ഒരു അടിയായി മാറുന്നു. അങ്ങനെ അവൾ തറയിൽ ബോധം കെട്ട് കിടക്കുമ്പോൾ ഇത് തന്നെ നല്ല അവസരമെന്ന് കരുതി അവൻ വേഗം തന്നെ വണ്ടിയിൽ നിന്ന് തന്റെ ബാഗ് എടുത്ത് ഒരൊറ്റ ഓട്ടം. പക്ഷേ സിംഗ് ബോധം കെട്ട് കിടക്കുന്നിടത്തെ തകരാറായ ഗാവോയുടെ വണ്ടിയിൽ നിന്ന് ഇന്ധനം ലീക്കായി വെളിയിലേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് അവിടെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ സിംഗിന്റെ ട്രൈബിലെ ആളുകൾ തീ അണയ്ക്കാനായി പാടുപെടുന്നു. ഉയർന്നു വരുന്ന പുകയും ഉയർന്നു കേൾക്കുന്ന നിലവിളികളും രക്ഷപ്പെടാനായി ഓടുകയായിരുന്ന ഗാവോയുടെ ചെവിയിൽ മുഴങ്ങുന്നു. അവൻ എന്തോ ഒരു കുറ്റബോധം പോലെ തോന്നി. അവൻ തിരിച്ചെത്തി ശരീരം നനച്ച് ആ തീക്കകത്തേക്ക് എടുത്ത് ചാടി സിംഗിനെ രക്ഷിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുന്നതും ആ കാറ് പൊട്ടിത്തെറിക്കുന്നതും ഒരേ സമയത്തായിരുന്നു. അങ്ങനെ ഈ ട്രൈബിൽ പിന്നീട് നിൽക്കേണ്ടി വരികയാണ് ഗാവോയ്ക്ക്. അവൻ ബാഗിൽ നിന്ന് അവന്റെ ഫോൺ എടുത്ത് പാട്ട് വെക്കുമ്പോൾ ആ ശബ്ദം കേട്ട് സിംഗ് അങ്ങോട്ടേക്ക് എത്തുന്നു. ഫോൺ എന്താണ് എന്നൊന്നും അറിയാത്ത അവൾ അത് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ അവൻ അവളെ പിടിച്ചിരുത്തി പാട്ടൊക്കെ കേൾപ്പിക്കുന്നു. അങ്ങനെ അവൾ പതിയെ പാട്ട് കേട്ട് ഉറക്കമാകുമ്പോൾ അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞ് ആ ഒരു സ്ഥലം പരിശോധിക്കുകയാണ് ഗാവോ. അവന് സിറ്റിയിലേക്ക് തിരിച്ചു പോകാനുള്ള മാപ്പോ വല്ലതും കിട്ടുമോ എന്ന് അറിയാനായി. അങ്ങനെയാണ് അവൻ ആ ഒരു അലമാരയിൽ വളരെ റെയറായ സഫയർ സ്റ്റോൺ കാണുന്നത്. ഇത് അമൂല്യമായ കല്ലാണെന്ന് മനസ്സിലാക്കുന്ന അവൻ അടുത്ത ദിവസം സിംഗിനോട് അതിനെപ്പറ്റി തിരക്കുമ്പോൾ അത് അമ്മ മരിക്കുന്നതിന് മുന്നേ തനിക്ക് നൽകിയ സമ്മാനമാണെന്ന് അവൾ പറയുന്നു. ഇത് കേൾക്കുന്ന ഗാവോയ്ക്ക് അത് വേണം. കാരണം അവൻ ഈ ജെംസിന്റെയും സ്റ്റോൺസിന്റെയും ഒക്കെ പരിപാടിയല്ലേ. അവൻ അതിന് പകരം പല കാര്യങ്ങൾ അവൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും സ്വീകരിച്ച് ആ കല്ല് കൊടുക്കാനായി തയ്യാറാവുന്നില്ല. ഇതിന്റെ ഇടയിൽ അവൾ രാത്രി തന്റെ കൂടെ നക്ഷത്രങ്ങളെ കാണാൻ പാടത്തേക്ക് വരാമോ എന്ന് അവനോട് ചോദിക്കുന്നു. അവൻ വരാമെന്ന് സമ്മതിച്ചതിനെ തുടർന്ന് രാത്രി 2 പേരും നക്ഷത്രങ്ങളെ കാണാനായി പാടത്ത് പോയി കിടക്കുന്നു. പക്ഷെ ഇവരുടെ നാട്ടിൽ നക്ഷത്രങ്ങളെ കാണാൻ പാടത്ത് പോകാമല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാനത്ത് നോക്കി മലർന്നു കിടക്കുക എന്നല്ല, ഇണ ചേരുക എന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ പാടത്ത് വെച്ച് ഇവനോട് ക്ലോസ് ആകാനായി ശ്രമിക്കുമ്പോൾ ഇവൻ അതിൽ തടയുന്നു. തുടർന്ന് ദേഷ്യം പിടിച്ച സിംഗ് ഗാവോയെ വീണ്ടും കൂട്ടിലടയ്ക്കുന്നു. അവൻ ആ സമയം നിങ്ങളുടെ നാട്ടില് പാടത്ത് പോയി കിടക്കുക എന്നതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതിന്റെ നോർമൽ അർത്ഥം കണക്കാക്കിയാണ് അതിന് സമ്മതിച്ചത്. നിങ്ങളുടെ നാട്ടിലെ ഭാഷയുടെ കുഴപ്പമാ, അല്ലാതെ എന്റെ കുഴപ്പമല്ല എന്നെല്ലാം പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഗാവോ തങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ടും അവനെ പറ്റി ഒരു വിവരമില്ലാത്തത് കൊണ്ടും ഗാവോയുടെ കൂട്ടാളികളായ സാനയും ക്വിന്നും അവനെ അന്വേഷിച്ച് നടക്കുന്നതാണ്. അവന്റെ കാർ അപകടത്തിൽ പെട്ടു എന്ന് മനസ്സിലായി. പക്ഷെ അവൻ എവിടെ പോയി എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോൺ ഉപയോഗിച്ച് അവിടമെല്ലാം സെർച്ച് ചെയ്യാനായി തീരുമാനിച്ചവർ കാടായ ആ ഒരു ഏരിയയിൽ ഡ്രോൺ പറത്തുന്നു. പക്ഷെ എന്തോ ഒരു സംഭവം കാരണം അവർക്ക് അവിടുത്തെ വിഷ്വൽസ് ഒന്നും ഡ്രോൺ വഴി ക്യാപ്ചർ ചെയ്യാനായി സാധിക്കുന്നില്ല. ഇതേ സമയം ലിയാൻ എന്ന ഒരു ലേഡിയുമായി ഗാവോയ്ക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അത് പ്രകാരം എല്ലാ 15 ദിവസം കൂടുമ്പോഴും
ഇപ്പോഴും ലിയാനെ ചെന്ന് ഗാവോ കാണേണ്ടതാണ്. ഇപ്പോൾ ഗാവോയ്ക്ക് അപകടം പറ്റി ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഗാവോ കോൺട്രാക്ട് പ്രകാരം ലിയാനെ വന്ന് കണ്ടില്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവന്റെ ഭാഗത്ത് നിന്ന് കോണ്ടാക്റ്റോ ഫൈനോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ലിയാൻ സാനെയും ക്വിന്നിനെയും കാണാനായി വരുന്നു. ഗാവോയുടെ വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന്റെ കൂട്ടാളികളും കൂട്ടുകാരുമായ സാനെയും ക്വിന്നും തനിക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന് പറയുന്ന ലിയാൻ 48 മണിക്കൂർ സമയം ഗാവോയെ കണ്ടെത്തി കൊണ്ടുവരാനായി ഇവർക്ക് നൽകുന്നു. സമയത്തിനകം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് അവർ പോകുമ്പോൾ സാനയും ക്വിന്നും ടെൻഷൻ ആവുകയാണ്. ഇതേ സമയം വേറെ വഴിയില്ലാതെ സിംഗ് പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് ഗാവോ അക്സെപ്റ്റ് ചെയ്യുന്നു. അവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നതല്ല, ചെയ്തു പോകുന്നതാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് തന്റെ കൂട്ടുകാർ തന്നെ ഡ്രോൺ പറത്തി അന്വേഷിച്ചു എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. കാരണം അവിടെ ഒടിഞ്ഞു കിടക്കുന്ന ഡ്രോണിന്റെ ഒരു പീസ് അവൻ കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകണമെന്ന് അവൻ തീരുമാനിക്കുന്നു. തുടർന്ന് അവൻ സിംഗിനോട് സംസാരിച്ച് ഒരു ഗുഹയാണ് ഈ ഒരു ട്രൈബൽ ഏരിയയും സിറ്റിയും കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ അവിടുത്തെ ആളുകൾക്കുള്ള ഫുഡൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സിംഗിന്റെ കൂടെ ചെന്ന് അവൻ രഹസ്യമായി അതിൽ ഉറക്ക ഗുളിക കലർത്തുന്നു. പിന്നീട് സിംഗ് അവനോട് ഉടനെ തന്നെ നമ്മുടെ വിവാഹം നടക്കാൻ പോവുകയാണ്, വിവാഹത്തിന് മുന്നേ ഞാൻ എന്റെ വിവാഹ സമ്മാനമായി അന്ന് എന്നോട് ചോദിച്ച ആ സഫയർ സ്റ്റോൺ തരാമെന്ന് പറഞ്ഞ് അത് അവനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു ട്രൈബൽ ആളുകളെല്ലാം സാക്ഷിയാക്കി ഇവരുടെ വിവാഹം നടക്കുകയാണ്. വിവാഹവേളയിൽ വെച്ച് ഗാവോ സിംഗിനെ തന്റെ ഭാര്യയായി അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും വൈൻ കുടിക്കുകയാണ്. മുന്നേ ഇവൻ ഉറക്ക ഗുളിക കലർത്തി വെച്ച വൈനാണ് എല്ലാവരും കുടിക്കുന്നത്. ഗാവോ അവന്റെ പങ്ക് കുടിക്കാതെ അത് സമർത്ഥമായി കളയുന്നു. അങ്ങനെ വൈൻ കുടിച്ച എല്ലാവരും ഉറക്കമാകുമ്പോൾ ഗാവോ റെഡിയായി വേഗം തന്നെ പുറത്തേക്കുള്ള ആ ഒരു കേജ് തപ്പി നടക്കുന്നു. ഒടുക്കം അത് കണ്ടെത്തി ഇരുട്ട് നിറഞ്ഞ ആ കേജിലൂടെ ഏറെ പണിപ്പെട്ട് നടന്ന് അവൻ അതിന്റെ അറ്റത്തെത്തി ഒരു മല മുകളിൽ ചെന്ന് കയറി നിൽക്കുമ്പോഴാണ് ദൂരെയായി സിറ്റിയുടെ റോഡ് അവൻ കാണുന്നത്. അപ്പോഴാണ് അവൻ ആശ്വാസമാകുന്നത്. അങ്ങനെ ഇതേ സമയം ലിയാൻ നൽകിയ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ സാനയുടെയും ക്വിന്നിന്റെയും അടുത്തെത്തി വെലം പ്രയോഗിച്ച് അവരെ കൊണ്ട് ചില മുദ്രപത്രങ്ങളിൽ ഒപ്പിടാനായി ശ്രമിക്കുന്നു. അത് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ കറക്റ്റായി ആ സമയത്ത് ഗാവോ അവിടേക്ക് എത്തുന്നു. ഈ ഒരു ടൈമിൽ സാന ഒപ്പിട്ട ആ ഒരു മുദ്രപത്രം ക്വിൻ വായിലിട്ട് ചവച്ചരയ്ക്കുന്നു. ഗാവോയെ കണ്ടുകൊണ്ട് തന്നെ ലിയാൻ തിരിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നീട് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും താൻ സിംഗിനെയും സിംഗിന്റെ ട്രൈബൽ ആളുകളെയും കണ്ടു എന്ന കാര്യമൊന്നും ഗാവോ അവരോട് പറയുന്നില്ല. പക്ഷെ അവൻ ആ ഒരു സഫയർ സ്റ്റോൺ ഇവരെ കാണിക്കുന്നു. അത് പരിശോധിക്കുന്ന അവർ ഇത്തരത്തിലൊന്നും ഈ അടുത്ത കാലത്തൊന്നും തങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പരസ്പരം പറയാണ്. ഈ കൂട്ടത്തിൽ തന്നെ എസ്കേപ്പ് ആവുന്ന വഴി ട്രൈബൽ ഏരിയയിൽ നിന്ന് എടുത്ത കുറച്ച് മണ്ണും ടെസ്റ്റിങ്ങിനായി സനയെ ഗാവോ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഈ 3 പേരും കൂടി ഗാവോയുടെ അങ്കിളായ വെൻ ഇപ്പോൾ ഉള്ള ഓൾഡ് ഏജ് ഹോമിലേക്ക് ചെന്ന് അവിടെയുള്ള അന്തേവാസികളെ സന്തോഷിപ്പിക്കാനായി ഓരോ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ട്രൈബൽ ഏരിയയിലെ ആളുകളെല്ലാം ഗാവോ ആ കല്ലുമായി എസ്കേപ്പ് ആയ കാര്യം മനസ്സിലാക്കുന്നത്. തന്നെ തന്റെ ഭർത്താവ് പറ്റിച്ചിട്ട് പോയി എന്ന കാര്യം സിംഗിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. അവൾ സിറ്റിയിലേക്ക് ചെന്ന് ഗാവോയെ അന്വേഷിച്ച് കണ്ടെത്താൻ തീരുമാനിച്ച് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ സിറ്റിയിലെത്തുന്ന അവൾ ആദ്യമായി അവിടെ കാണുന്നത് ഈ എന്ന ഒരാളെയാണ്. ഈ ഒരു ആസ്ട്രോളജിസ്റ്റ് ആണ്. കൂടാതെ ടിവിയിൽ ജ്യോതിഷ സംബന്ധമായ പ്രോഗ്രാം നടത്തുന്നതിന് ഒരു ആങ്കറിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സിംഗിനെ കണ്ടപാടെ ഈ പെൺകുട്ടി കൊള്ളാലോ, ഇവളെ തന്റെ കൂടെ ആങ്കറായി കൂടെ കൂട്ടിയാലോ എന്ന് കരുതി ഈ സിംഗിനോട് ചെന്ന് സംസാരിക്കുന്നു. ഗാവോയുടെ ബാഗിൽ നിന്ന് താഴേക്ക് വീണിരുന്ന് അവന്റെ വിസിറ്റിംഗ് കാർഡ് കിട്ടിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഈയെ കാണിക്കുന്നു. ഈ അതുവഴി ഗാവോ ഉള്ളത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണെന്ന് കണ്ടെത്തി സിംഗിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വേഗം തന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഈയുടെ കൂടെ സിംഗ് ചെന്ന് അവിടെ ഗാവോയെ തിരക്കുന്നുണ്ടെങ്കിലും ആ സമയം ഒരു ക്ലൗണിന്റെ വേഷത്തിൽ നിൽക്കുകയായിരുന്ന ഗാവോയെ അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഗാവോ കുറ്റിച്ചെടികളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ അന്വേഷിച്ചു വന്ന ആളില്ല എന്ന് പറഞ്ഞ് സിംഗ് പോകാനായി ഒരുങ്ങുമ്പോൾ ഗാവോ തുമ്മുന്നുണ്ട്. അവന്റെ തുമ്മലിന്റെ ശബ്ദം അവൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴും ക്ലൗൺ വേഷത്തിൽ നിൽക്കുന്ന അവനെ അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൾ തിരിച്ച് ഈടെ കൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്യുകയാണ് ഓൾഡ് ഏജ് ഹോമിൽ നിന്ന്. അപ്പോൾ സംസാരിക്കുമ്പോഴാണ് താൻ കണ്ട ആ ഒരു ക്ലൗൺസ് യഥാർത്ഥത്തിൽ ക്ലൗൺസ് അല്ല, മനുഷ്യർ മുഖംമൂടി ഇട്ടിരിക്കുന്നതാണെന്ന് സിംഗിന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ തുമ്മിയ ക്ലൗൺ തന്നെയാണ് ഗാവോ എന്ന് മനസ്സിലാക്കി അവൾ ഈടെ കൂടെ തിരിച്ച് ഓൾഡ് ഏജ് ഹോമിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഗാവോയും അവന്റെ കൂട്ടുകാരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഗാവോ വരുന്നത് വരെ താൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ സിംഗ് അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് തവണ ഈ നിർബന്ധിക്കുന്നുണ്ട്, ദേ മഴയത്തൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ്. പക്ഷെ സിംഗ് തിരിച്ചു പോകാനായി തയ്യാറാവുന്നില്ല. ഇതേ സമയം എന്തോ സിംഗിനെ പറ്റിക്കുന്നതിൽ കുറ്റബോധം തോന്നുന്ന ഗാവോ അവൾ ഇപ്പോഴും തന്നെ നോക്കി ഓൾഡ് ഏജ് ഹോമിൽ ഇരിക്കുകയാണെന്ന് കണ്ട് അവിടേക്ക് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഇവന്റെ വീട്ടിലെത്തുമ്പോൾ അവൾ ആദ്യം തന്നെ ഇവനെ ആക്രമിച്ച് കല്ല് തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൻ തന്ത്രപരമായി നല്ല മധുരമുള്ള കേക്ക് അവളെ കൊണ്ട് കഴിപ്പിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ കല്ലിന്റെ കാര്യം അവൾ മറക്കാനായി ഈ ഒരു സിറ്റിയിലെ, പ്രത്യേകിച്ച് അവന്റെ വീട്ടിലെ അവൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല കാര്യങ്ങൾ അവളെ കാണിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കണ്ട് അവൾ മതിമറക്കുന്നു. അതിന്റെ ഇടയിൽ ടിവിയിൽ ഓരോ മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവൾ പേടിച്ച് ടി വി അമ്പ് ചെയ്ത് നശിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവൾ
അവൾ എന്തായാലും ഈ ഒരു പുതിയ സംവിധാനം വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവൾ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന സന ഇവളെ കണ്ട് ആരപ്പ ഇവള് വീടെല്ലാം ഇങ്ങനെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലോ എന്ന് കണ്ട് അവളോട് നീ ഗാവോയുടെ ആരാ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ആ ഒരു ചോദ്യവും സംസാരവും ഇഷ്ടപ്പെടാത്ത സിംഗ് സനയെ ഉപദ്രവിക്കുന്നു. ഈ സമയം ഉറക്കമായിരുന്ന ഗാവോ നിലവിളി കേട്ട് താഴെ എത്തുമ്പോൾ സനയെ ബ്ലാങ്കറ്റ് കൊണ്ട് വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്ന സിംഗിനെയാണ് കാണുന്നത്. പിന്നീട് ഗാവോ സനയെ മാറ്റി നിർത്തി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. സ്ത്രീകൾ ഡോമിനേറ്റ് ചെയ്യുന്ന, പുരുഷന്മാർ വീട്ടുപണിയെടുക്കുന്ന ഒരു ആദിവാസി ഗ്രൂപ്പിന്റെ ക്വീനാണ് സിംഗ് എന്ന കാര്യം ആദ്യം സന വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നീട് വിശ്വസിക്കുന്നു. ഇതേ സമയം ഇവിടേക്ക് സിംഗിനെ അന്വേഷിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറ്റാനായി ഡോറ് തുറക്കാനായി സിംഗ് ശ്രമിക്കുമ്പോൾ അവളുടെ ശക്തിയിൽ ആ ഡോറ് അടപടലം ഇളകി വരുന്നു. കൂടാതെ ഇവിടെ കണ്ട ഗാവോയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ഇറക്കി വിടാനായി നോക്കുമ്പോൾ സിംഗ് ട്രൈബൽ ക്യൂൻ ആണെന്ന കാര്യം തനിക്ക് അറിയാമെന്നല്ല പറയുന്നത് കേൾക്കുന്ന ഗാവോ ഷോക്കാവുന്നു. അവളോട് മേലാൽ മിണ്ടിപ്പോരുത്, അവളുടെ അടുത്ത് നിന്ന് ഒരു അകലം പാലിച്ചു നിന്നോണമെന്നല്ല ഗാവോ ഭീഷണിപ്പെടുത്തുന്നു. കാരണം സിംഗിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാണ് അവന്. അങ്ങനെ അതിനുശേഷം സിംഗിനെയും കൂട്ടി ഗാവോ ഷോപ്പിങ്ങിന് പോകുന്നു. അവൾക്ക് ഡ്രസ്സുകൾ എടുത്തു കൊടുക്കാനായിട്ടാണ് അവൻ കൊണ്ടുപോകുന്നത്. പക്ഷെ ഷോപ്പിങ്ങിന് നിൽക്കുന്ന സമയം അവിടേക്ക് ലിയാൻ എത്തുന്നത് കാണുന്ന ഗാവോ സിംഗിനെ ലിയാൻ കാണാതിരിക്കാനായി ഇവൻ ഒളിച്ചു നിൽക്കുന്നു. അങ്ങനെ ആ ഒരു ഷോപ്പിൽ വെച്ച് ലിയാൻ സിംഗിനോട് സംസാരിക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാനായി ഗാവോയ്ക്ക് സിംഗിനെ കിസ് ചെയ്യേണ്ടി വരുന്നു. സിംഗിന്റെ ഐഡന്റിറ്റി ആരും അറിയരുത്, അതിനുവേണ്ടിയാണ് അവൻ ലിയാനിൽ നിന്ന് സിംഗിനെയും അവളുടെ ട്രൈബിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായി നോക്കുന്നത്. അങ്ങനെ ഗാവോ സിംഗിനെ അവളുടെ ട്രൈബൽ ഏരിയയ്ക്കുള്ള എൻട്രൻസിന്റെ അവിടെ കൊണ്ടാക്കാനായി ആ കേജിന്റെ അടുത്തുള്ള റോഡിൽ കൊണ്ടുപേക്ഷിക്കുന്നു. അവൻ തിരിച്ചു വരുന്നുണ്ടെങ്കിലും മനസ്സ് വരാതെ വീണ്ടും അവളെ അന്വേഷിക്കാനായി പോകുമ്പോൾ അവളെ ഒരാൾ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നതാണ് അവൻ കാണുന്നത്. അവൻ തക്ക സമയത്ത് അവിടെ എത്തിയതുകൊണ്ട് അവളെ അയാൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെ സിംഗിനെയും കൂട്ടി ഗാവോ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം സന പറയാണ്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഗാവോയുടെ എതിരാളിയായ ഡോങ്ങും ഗാവോയ്ക്കും പങ്കെടുക്കാനായി ഒരു കോമ്പറ്റീഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. അത് ഒരു റിമോട്ട് ഏരിയയിലുള്ള ഒരു ജെം കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ്. അതിൽ വിജയിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് സന ഗാവോയെ അതിൽ പങ്കെടുക്കാനായി പറയുന്നു. അങ്ങനെ അതിനുവേണ്ടി യാത്ര ചെയ്യാനായി തീരുമാനിക്കുന്ന ഗാവോ ആദ്യം സിംഗിനെ കൂട്ടണ്ട എന്നാണ് കരുതുന്നത്. പക്ഷെ ആ സമയത്താണ് അവനില്ലാത്തപ്പോൾ സിംഗിനെയും കൂട്ടി കറങ്ങാൻ പോകുമെന്നും അവൻ മനസ്സിലാക്കി സിംഗിനെയും ആ യാത്രയിൽ അവൻ കൂടെ കൂട്ടുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ജെം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ കൊണ്ടുവന്നിരിക്കുന്നത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് എന്ന് മനസ്സിലാക്കുന്ന ഗാവോ ആണ് ആ മത്സരത്തിൽ ജയിക്കുന്നത്. അവൻ യഥാർത്ഥത്തിൽ അവന്റെ കോമ്പറ്റീറ്ററായ ഡോങ് കൊണ്ടുവന്ന് കഴിഞ്ഞാണ് ആ ഒരു കല്ല് കൊണ്ടുവന്ന് ഹാജരാക്കുന്നതെങ്കിലും അത് യഥാർത്ഥ സ്റ്റോൺ അല്ല, ഫേക്ക് സ്റ്റോൺ ആണ് എന്നത് തിരിച്ചറിയാനായി ഡോങ്ങിന് സാധിച്ചില്ല. പക്ഷെ ആ കാര്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗാവോ ഈ മത്സരത്തിൽ വിജയിച്ചത്. അങ്ങനെ ഈ ഒരു കോമ്പറ്റീഷനും അതിന്റെ റിസൾട്ടും എല്ലാം ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിപരമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഇടയിലും പാട്ടാകുന്നു. യഥാർത്ഥ കല്ലേത ഫേക്ക് ആയ കല്ലേത എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഡോങ്ങിന് തുടർന്ന് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ഒരുപാട് ക്ലയന്റുകൾ അവന്റെ അടുത്ത് നിന്ന് ഡീലൊക്കെ മതിയാക്കി പോകുന്നു. കാരണം അവർക്കെല്ലാം ഇൻട്രസ്റ്റ് യഥാർത്ഥ കല്ല് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ച ഗാവോയുടെ കൂടെ ഡീലിൽ ഏർപ്പെടാനായിട്ടാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിംഗിന്റെയും ഗാവോയുടെയും കാര്യത്തിൽ സന വളരെ പൊസസീവ് ആവുന്നതാണ്. കാര്യം അവൾക്ക് ഗാവോയോട് പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിനെ ഒഴിവാക്കാനായി അവളുടെ ആ ഒരു സ്റ്റോണിന് പകരം ഒരു ഫേക്ക് സ്റ്റോൺ അവളുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് നിന്റെ കല്ല് കിട്ടിയില്ലേ, ഇനി നീ പൊക്കോ എന്ന് സന സിംഗിനോട് പറയുന്നുണ്ടെങ്കിലും അവളുടെ കല്ലല്ല ഇത് ഫേക്ക് ആണെന്ന് അവൾക്ക് എളുപ്പമെന്ന് മനസ്സിലായി. തന്റെ പ്ലാൻ എ പാളിയതുകൊണ്ട് തന്നെ പ്ലാൻ ബി പറയുകയാണ് സന. നീ ഈ കല്ല് അമ്മയുടെ മരണസമയത്ത് അമ്മ തന്നതാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഗാവോയ്ക്ക് കൊടുത്തത്? അവൻ ആ കല്ല് വിറ്റ് കാശ് വാങ്ങി. അവന് നിന്നോടും നിനക്ക് വളരെ പ്രിയപ്പെട്ട ആ കല്ലിനോടും യാതൊരു സെന്റിമെന്റ്സും ഇല്ല. അവന് കാശാണ് വലുതെന്നെല്ലാം സന പറയുമ്പോൾ സിംഗിന് വല്ലാത്ത വിഷമമാകുന്നു. അവൾ സങ്കടപ്പെട്ടു പോകുന്നത് ഗാവോ കാണുന്നുണ്ട്. അവൻ അവളെ സമാധാനിപ്പിക്കാനായി പോകുമ്പോഴേക്കും അവൾ ഓൾറെഡി വിളിച്ച് അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗാവോ സിംഗിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് അവിടെ ലൈറ്റുകൾ അണയുന്നത്. ലൈറ്റ് അണഞ്ഞ് ഇരുട്ട് കാണുമ്പോൾ ഗാവോയ്ക്ക് വല്ലാതെ പേടിയാവുന്നു. കാരണം അവന് പാനിക് അറ്റാക്ക് ഉണ്ട്. ഇതുപോലെ ഇരുട്ടുള്ള ഒരു സമയത്താണ് അവന്റെ അമ്മ മരിച്ചത്. അതിനുശേഷം അവന് ഇരുട്ട് കാണുന്നതേ പേടിയാണ്. പിന്നീട് വെട്ടം വന്നാലും ഏറെ നേരമെടുക്കും ഗാവോയ്ക്ക് അതിൽ നിന്ന് ഒന്ന് റിക്കവർ ആകാനായി. ഇതിനിടയിൽ വന്ന് സിംഗിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സിംഗിന് പക്ഷെ ഗാവോയെ വലിയ ഇഷ്ടമാണ്. അവൾ ആ സമയം അവനോട് പിണങ്ങിയെങ്കിലും അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് അവൾക്ക് താല്പര്യം. അവന് കാശ് വളരെ അത്യാവശ്യമാണെന്ന് സനയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ സിംഗ് അവന് കാശ് കൊടുക്കാനായി കൂടെ ഓൺലൈൻ
ഓൺലൈൻ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനായി തീരുമാനിച്ച് അങ്ങനെ അവന്റെ കൂടെ ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നു. തുടർന്ന് അതിലൂടെ ഒരുപാട് കാശ് സമ്പാദിക്കാനായി സാധിക്കുന്നു. ഈക്കും സിങ് കൂടെയുള്ള വീഡിയോസിലെ വ്യൂവേഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ അവന്റെ ഡെബിറ്റ് കാർഡ് അവളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവളുടെ ആവശ്യത്തിന് അവൾ കാശ് എടുക്കട്ടെ, എന്നാലല്ലേ അവൾ തന്റെ കൂടെ വീഡിയോ ചെയ്യൂ എന്ന് വിചാരിച്ച്. ഇതിന്റെ ഇടയിൽ ഗാവോ വല്ലാതെ സിങ്ങിനെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ തന്നോട് പിണക്കമായിരിക്കുമെന്ന് കരുതി അവൻ അവളെ ചെന്ന് കണ്ട് ബുദ്ധിമുട്ടിക്കാനായി ആദ്യം മുതിരുന്നില്ലെങ്കിലും അവളും ഈയും ഉള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവന് വല്ലാത്ത സങ്കടം വന്ന് അവൻ വേഗം തന്നെ അവളെ കാണാനായി ചെല്ലുന്നു. തന്നെ അന്വേഷിച്ച് ഗാവു വന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ സിംഗ് അവൾ അവന് കൊടുക്കാനായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശുള്ള കാർഡ് അവന് സമ്മാനിക്കുന്നുണ്ടെങ്കിലും അവൻ ആ കാർഡ് കയ്യിൽ വാങ്ങുന്നില്ല. കൂടാതെ ഈയോട് ഞാൻ ഇവൾക്ക് വേണ്ടി തിരിച്ചു വരുന്നത് വരെ ഇവളുടെ ഗാർഡിയനായി ഇവളെ നോക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ച് അവൻ പോകുന്നു. പിന്നീട് സന സിംഗിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റോൺ ടെസ്റ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാണ്. ഇത് വളരെ അമൂല്യമായ സഫയർ സ്റ്റോൺ ആണ്. കോടികൾ ഇതിന് വില വരും. കൂടാതെ സിംഗിന്റെ ആ ഒരു ട്രൈബൽ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഇനി മറ്റൊരു അമൂല്യമായ കല്ലൊന്നും കിട്ടാൻ യാതൊരു ചാൻസും ഉണ്ടെന്ന് കാണുന്നില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ കല്ല് വിറ്റ് സിംഗിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഈ കല്ല് തിരിച്ചു കൊടുത്ത് അവളെ ഒഴിവാക്കാം. എന്തായാലും അവളെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം സന പറയുമ്പോൾ അത് ഗാവോയുടെ തലയിൽ കയറുന്നില്ല. അവൻ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇതേ സമയം സിംഗിനെയും കൂട്ടി വെളിയിലേക്ക് ഈ ചെല്ലുമ്പോൾ ഇവളുടെ വീഡിയോസ് കണ്ട് കുറെ പേര് ഇവളെ തിരിച്ചറിയുന്നു. തന്റെ പ്രൈവസി നഷ്ടപ്പെടുകയാണല്ലോ എന്ന് തോന്നലിൽ സിംഗ് വേഗം ഗാവോയുടെ അടുത്ത് ചെന്ന് കാര്യം പറയുമ്പോൾ ഇവൾക്കൊരു മേക്ക് ഓവർ നടത്തി ഇവളുടെ രൂപം മാറ്റാനായി ഗാവോ പറയുന്നു. തുടർന്ന് മേക്ക് ഓവർ നടത്തി കഴിഞ്ഞ് സിംഗിനെ കണ്ടാൽ അവള് മുന്നത്തേനേക്കാൾ സുന്ദരിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ കണ്ടപാടെ ഈയും ഗാവോയും അന്തം വിട്ടു പോകുന്നു. ഈക്ക് സിംഗിനോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനത് ഒരു ലൈവ് സ്ട്രീമിംഗിൽ പ്രപ്പോസൽ പോലെ പറയാനായി തീരുമാനിക്കുന്നു. ഇതേ സമയം ഓൾഡ് ഏജ് ഹോമിൽ കഴിയുകയായിരുന്ന ഗാവോയുടെ അങ്കിളുടെ കയ്യിൽ ഒരു പ്രത്യേക ബോക്സ് ഉണ്ട്. ആ ബോക്സ് അങ്കിൾ വളരെ സീക്രട്ട് ആയി സൂക്ഷിക്കുന്ന ഒന്നാണ്. അതിൽ അമൂല്യമായ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് തുറക്കാനായി ഗാവോയും അവന്റെ കൂട്ടുകാരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതേ കാര്യം ഗാവോയുടെ കോമ്പറ്റീറ്ററായ ഡോങ്ങിനും അറിയാം. അങ്ങനെ ഡോങ് അത് തട്ടിയെടുക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാവോയും ക്വിന്നും സനയും ഒക്കെ കൂടി ചേർന്ന് ആ പദ്ധതികൾ പൊളിച്ചടക്കുന്നു. അതേപോലെ തന്നെ ഓൺലൈൻ സ്ട്രീമിംഗിലൂടെ സിംഗിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഈയുടെ പദ്ധതികളും ഗാവോ തകിടം മറിച്ച് കളയുകയാണ്. ഇതേ സമയം സന ഗാവോയെ തനിക്ക് വിട്ടു തരണമെന്ന് സിംഗിനോട് പറയുന്നു. വെറുതെ വിട്ടു തരണ്ട, നമുക്ക് ഫൈറ്റ് ചെയ്യാം, ഫൈറ്റിൽ ജയിക്കുന്ന ആള് ഗാവോയുടെ ഗേൾഫ്രണ്ട് ആകട്ടെ എന്ന് സന പറഞ്ഞത് പ്രകാരം സിംഗിനും സനയ്ക്കും ഇടയിൽ ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും അതിൽ സിംഗ് ആണ് ജയിക്കുന്നത്. തുടർന്ന് രണ്ടുപേരും ഗാവോയെ കാണാനായി ചെല്ലുമ്പോഴേക്കും അവൻ വീട്ടിലേക്ക് അങ്കിളിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളുടെ പെട്ടിയിലെ രഹസ്യം എന്താണെന്ന് അറിയിക്കുന്നതാണ് അവന്റെ ലക്ഷ്യം. അവൻ പിന്നീട് ഈ വീട്ടിലെ അവന്റെ സീക്രട്ട് റൂമിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഈ റൂമിലാണ് അവൻ പ്രഷ്യസ് സ്റ്റോൺസ് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ റൂമിലേക്ക് അവന്റെ പിറകെ എത്തുന്ന സിംഗ് അവിടെ നീല അമൂല്യ രത്നം കാണുന്നുണ്ടെങ്കിലും അത് ഇവൾ അന്ന് അവന് നൽകിയ കല്ല് പ്രോസസ് ചെയ്തെടുത്തതാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഗാവോ അതിനെപ്പറ്റി അവളോട് പറയുന്നുമില്ല. ഒരു സൈഡിലൂടെ അങ്കിളിന്റെ രഹസ്യം അന്വേഷിക്കാനായി ഗാവോ ശ്രമിക്കുന്ന പോലെ ഗാവോയുടെ ഈ ഒരു ജെം സ്റ്റോൺ കളക്ഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ അറിയാനായി അങ്കിളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്നു. കള്ളു കുടിച്ച് എല്ലാവരും ഫിറ്റായി ഉറങ്ങുമ്പോൾ അങ്കിള് മാത്രം നോർമലായി എഴുന്നേറ്റ് അവിടെയുള്ള ഗാവോയുടെ സീക്രട്ട് റൂമിനകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഗാവോ എഴുന്നേറ്റ് വരുന്നത് കൊണ്ട് അങ്കിളുടെ പദ്ധതികൾ പാളുന്നു. കൂടാതെ സിംഗിനെ ഗാവോ ഒഴിവാക്കില്ല എന്ന് മനസ്സിലാക്കുന്ന സനയ്ക്ക് വല്ലാത്ത ദേഷ്യമാകുന്നു. ഇതേപോലെ തന്നെ സിംഗിന്റെ കാര്യം പറഞ്ഞ് ഈയും ഗാവോയും തമ്മിലും വഴക്കാകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഗാവോയുമായി ബിസിനസ് ഡീൽസ് നടത്താറുള്ള ലിയാനും ഗാവോയെ പ്രപ്പോസ് ചെയ്യുന്നു. ലിയാന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്ത ശേഷം ഗാവോ തിരിച്ചെത്തുമ്പോൾ അവൻ കാണുന്നത് വീട്ടിൽ അങ്കിളും സിംഗും അവന്റെ കൂട്ടുകാരും ഒരു ചെറിയ പാർട്ടി നടത്തുന്നതാണ്. ഇവൻ അതിൽ ജോയിൻ ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും അവരാരും അവനെ മൈൻഡേ ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്ത് വിടുന്നു. പാർട്ടിയുടെ അവസാനമാകുമ്പോഴേക്കും സിംഗും ഗാവോയും ഒഴിച്ച് മറ്റെല്ലാവരും ബോധം കെട്ടിരിക്കുകയാണ്. ഈ സമയം സിംഗ് ഗാവോയോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ അവൻ അവളോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു. ഇവൾ അവന്റെ പുറകെ ചെന്ന് എന്നെ പ്രണയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. പ്രണയം എന്നത് കറണ്ട് അടിക്കുന്നത് പോലെയാണെന്ന് അങ്കിള് തനിക്ക് പറഞ്ഞു തന്നു എന്നെല്ലാം സിംഗ് പറയുന്നത് കേൾക്കുമ്പോൾ ഗാവോ പ്രണയം വേറെ കറണ്ടടി വേറെ, അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം അങ്കിൾ പ്രണയത്തിന്റെ കുറച്ച് ടിപ്സ് സിംഗിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ കൂട്ടത്തിൽ അവളോട് ഗാവോയെ കൊണ്ട് നിനക്ക് നല്ലൊരു ഹാൻഡ് ബാഗ് മേടിപ്പിക്കണമെന്ന് പറയുന്നു. അവൾ അങ്ങനെ അവനോട് പറയുമ്പോൾ അവൻ വളരെ എക്സ്പെൻസീവ് ആയ ഒരു ഹാൻഡ് ബാഗ് തന്നെ വാങ്ങിക്കൊടുക്കുന്നു. അതിനുശേഷം ഈ സിംഗിനെയും കൂട്ടി വെളിയിൽ പോകാനായി വരുമ്പോൾ ഗാവോ തടയുന്നില്ല. അങ്ങനെ വെളിയിൽ പോകുന്ന ഈ സിംഗിനോട് അവന്റെ പ്രണയം തുറന്നു പറയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ ടൈമിൽ സിംഗും ഗാവോയും സനയും
ക്വിന്നും നമ്മുടെ അങ്കിളും കൂടി ഒരു ട്രിപ്പ് പോകാനായി തീരുമാനിക്കുന്നു. ആ ട്രിപ്പിൽ അങ്കിളുടെ ആ ഒരു രഹസ്യ പെട്ടിയും കയ്യിൽ കരുതുന്നുണ്ട്. ഇതേ സമയം ആ പെട്ടിക്കകത്ത് എന്താണ് ഉള്ളതെന്നറിയാനായുള്ള ആകാംക്ഷ ഗാവോയ്ക്കും കൂട്ടർക്കും ഉള്ളതുപോലെ തന്നെ ഗാവോയുടെ എതിരാളിയായ ഡോങ്ങിനുമുണ്ടല്ലോ. അവൻ അവന്റെ ആളുകളോട് ഇവരെ ഫോളോ ചെയ്ത് പോകാനും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡോങ്ങിന്റെ ആളുകൾ പിന്തുടർന്ന് ഇവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഇവർ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുകയാണ്. എന്തോ ട്രിപ്പിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലാക്കുന്ന അവർ ഡോങ്ങിനെ അത് ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവർ ട്രിപ്പിന് പോയി ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. രാത്രി ഇവിടേക്ക് ഇവരെ പിന്തുടർന്നെത്തിയിരുന്ന ഡോങ്ങിന്റെ ആളുകൾ അങ്കിളുടെ ആ ഒരു സീക്രട്ട് ബോക്സ് ഒരുവിധം തട്ടിയെടുത്തോണ്ട് പോകുന്നു. അവർ പോകുന്ന വണ്ടിയെ പിന്തുടരാനായി സിംഗ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാവോ സിംഗിനെ തടയുന്നു. വേണ്ട, നീ പോയി വെറുതെ അപകടമൊന്നും വരുത്തി വെക്കണ്ട എന്ന് അവൻ പറയുമ്പോൾ അവൾ മനപ്പാടമാക്കി അതിനോടകം വെച്ചിരുന്ന ആ വണ്ടിയുടെ നമ്പർ അവന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുന്നവന് വലിയ സന്തോഷമാകുന്നു. ഇനി അവർക്ക് ഈസിയായി എവിടേക്കാണ് ആ ബോക്സ് കൊണ്ടുപോയതെന്ന് ട്രാക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ക്വിൻ ആ വണ്ടിയുടെ നമ്പർ വെച്ച് അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തെടുക്കുന്നു. തുടർന്ന് ഇവർ അവിടേക്ക് പോകുമ്പോൾ വെളിയിൽ നിന്ന് ഒരു എക്സ്പെർട്ടിനെ കൊണ്ടുവന്ന് ആ ബോക്സ് തുറപ്പിക്കാനായി ഡോങ് ശ്രമിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ബോക്സ് തുറക്കാൻ സാധിക്കുന്നില്ല. ഇതേസമയം ഗാവോയുടെ നടപടികളിൽ സംശയമുള്ള അങ്കിൾ ഒരുപക്ഷെ ഗാവോ ആയിരിക്കാം തന്റെ ബോക്സ് തട്ടിയെടുത്തതെന്ന് സംശയിക്കുന്നു. ഇതേസമയം അങ്കിൾ മുന്നേ തങ്ങള് കള്ളു കുടിച്ച് ഫിറ്റായി മയങ്ങിപ്പോയിന്ന് കരുതി മനഃപൂർവ്വം തന്നെ തന്റെ സീക്രട്ട് റൂം തുറക്കാൻ ശ്രമിച്ചതാണ് എന്നറിയാവുന്ന ഗാവോ അങ്കിളിനെ പിന്നീട് കൂട്ടിക്കൊണ്ടുവന്ന് ആ റൂം തുറന്ന് കാണിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവന്റെ സീക്രട്ട് റൂമിന് നല്ലൊരു ട്രാൻസ്ഫർമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ അത് ഡ്രിങ്ക്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരിടമാക്കിയാണ് അവൻ മാറ്റിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ സിംഗും ഞെട്ടിപ്പോവാണ്. സിംഗ് ഇതിപ്പോ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും ഗാവോ അവളെ മാറ്റി നിർത്തുന്നു. അങ്കിള് കേൾക്കാതിരിക്കാനായി, അവൾ കൂടുതലൊന്നും സംസാരിക്കാതിരിക്കാനായി അവൾക്ക് അപ്പോൾ ഒരു ഉമ്മയും കൊടുക്കുന്നു. ഇവരിങ്ങനെ കിസ് ചെയ്യുന്നത് സന കാണുന്നു. അവൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് സിംഗ് ഗാവോയോട് സംസാരിക്കാനായി വരുമ്പോൾ അവൻ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ സിംഗ്, നിനക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഉമ്മ വരുന്നത്? എന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതും ഇതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെയാണെന്നൊക്കെ അവള് പറയുന്നു. ഗാവോയ്ക്ക് സിംഗിനെ ഇഷ്ടമാണെങ്കിലും അവൻ അത് തുറന്നു പറയുന്നില്ല. ഇതിന്റെ ഇടയിൽ ഗാവോ സിംഗിന് അവളുടെ ആ ഒരു ബ്ലൂ സ്റ്റോൺ തിരിച്ചു നൽകാനായി ശ്രമിച്ചെങ്കിലും അവൾ അത് തിരികെ വാങ്ങാനും തയ്യാറല്ല. അങ്ങനെ പിന്നീട് അങ്കിളിനെയും ഡോങ്ങിനെയും പറ്റിക്കാനായി അങ്കിളുടെ ബോക്സ് പോലത്തെ ഒരു ഫേക്ക് ബോക്സ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗാവോ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഗുണ്ടകളെയും കൂട്ടുപിടിച്ച് ഡോങ്ങിന്റെ അടുത്ത് ചെന്ന് യഥാർത്ഥ പെട്ടി അടിപിടിക്കിടയിൽ തട്ടിയെടുത്ത് അതിന് പകരം ഫേക്ക് പെട്ടി കൊണ്ടുവയ്ക്കാനായും അവൻ തീരുമാനിക്കുന്നു. ഇതിനായി അങ്കിളിനെയും സിംഗിനെയും ഒഴിവാക്കണം. അതുകൊണ്ട് രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് അവൻ ക്വിന്നിന്റെയും സനയുടെയും പിന്നെ കുറച്ച് ഗുണ്ടകളുടെയും കൂടെ ഡോങ്ങിന്റെ അവിടേക്ക് പോകുന്നത്. അങ്ങനെ ഡോങ്ങിന്റെ അവിടെ എത്തി അടിപിടി ഉണ്ടാക്കി കാര്യങ്ങൾ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടി കിട്ടും എന്ന ആ ഒരു രീതി ആയപ്പോഴാണ് അങ്ങോട്ടേക്ക് സിംഗിനെയും കൂട്ടി അങ്കിൾ എത്തുന്നത്. അങ്കിൾ ഓൾറെഡി ഗാവോയുടെ മേലിൽ സംശയമുള്ളതുകൊണ്ട് തങ്ങളെ ഒഴിവാക്കാനായി അവൻ ചെയ്തതാണെന്ന് കണക്കാക്കി തന്നെ മനഃപൂർവ്വം സിംഗിനെയും കൂട്ടി തിരിച്ചു വന്നതാണ്. അങ്ങനെ ഇവരിടയിൽ വന്നതുകൊണ്ട് തന്നെ യഥാർത്ഥ പെട്ടി കൈക്കലാക്കാനായി ഗാവോയ്ക്ക് സാധിക്കുന്നില്ല. ആ പെട്ടി അങ്കിളുടെ കയ്യിലാകുന്നു. ഇതിന്റെ ഇടയിൽ സനയ്ക്ക് തലയ്ക്ക് നന്നായി പരിക്കേറ്റത് കൊണ്ട് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് തന്റെ പദ്ധതികൾ എല്ലാം തലകീഴ് മറിച്ചതിന് സിംഗിനെ ഗാവോ വഴക്ക് പറയാണ്. കാരണം അവൾ ഇടയിൽ കയറി വന്നതുകൊണ്ടല്ലേ പെട്ടി കൈക്കലാക്കാൻ അവന് സാധിക്കാതെ പോയത്. അവൻ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ അവൾക്ക് വല്ലാതെ ഫീലും ആകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ക്വിൻ ഗാവോയോട് പറയുന്നത് അവളെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അങ്കിളല്ലേ, അതുകൊണ്ട് അങ്കിളാണ് ഉത്തരവാദി എന്നാണ്. ഇതേ സമയം സനയെ ചെന്ന് കാണുന്ന സിംഗിനോട് സന, നീ കാരണം എനിക്ക് ഈ പരിക്ക് പറ്റിയതറിയോ, നീ ഇടയിൽ കയറി വന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കാര്യങ്ങളായത്, നിന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, നീ ഒരു കാട്ടുവാസി പെണ്ണല്ലേ, എങ്ങനെ സിറ്റിയിൽ താമസിക്കുന്ന ഗാവോയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കും, അവന് നീ ഒരു ബാധ്യത എന്നെല്ലാം സന പറയുന്നത് കേൾക്കുന്ന സിംഗിന് വല്ലാത്ത സങ്കടമാകുന്നു. അവൾ അവിടേക്ക് എത്തിയ ഈയുടെ കൂടെ തിരിച്ചു പോകുന്നു. പിന്നീട് ഗാവോയുടെ അടുത്തേക്ക് പോവാതെ അവൾ ഈയുടെ കൂടെ നിന്ന് അവളെ തന്നെ മാറ്റാനായി തീരുമാനിക്കുന്നു. അതായത് ഓരോ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് സിറ്റിയിലെ സാധാരണ പെൺകുട്ടികൾ താമസിക്കുന്നതും ജീവിക്കുന്നതും പോലെ ജീവിക്കാനായി അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ താനും ഒരു സിറ്റി ഗേളായി മാറിയതിനു ശേഷം ഗാവോയുടെ അടുത്തേക്ക് പോകാമെന്ന് അവൾ കരുതുന്നു. സിംഗ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ സ്ട്രെച്ചർ ചുമക്കുന്ന ജോലിയിൽ ചേരുന്നു. ഇതേ സമയം ഗാവോയുടെ കൂടെ ഉണ്ടായിരുന്ന സമയം അവന്റെ അങ്കിളിന് ഒരു ചെറിയ അപകടം സംഭവിക്കുന്നു. ഒരു മോട്ടോർ ബൈക്ക് വന്നിടിച്ചതാണ്. അതേ തുടർന്ന് അങ്കിളിനെ ഗാവോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അവൻ സിംഗിനെ കാണുന്നു. അവൾ ഇവിടെ ഇങ്ങനെ സ്ട്രക്ചർ ചുമക്കുന്ന ജോലി ചെയ്യുകയാണ് എന്ന് കാണുമ്പോൾ അവൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവളോട് ജോലി കളയാനായി ആവശ്യപ്പെടുമ്പോൾ അവൾ കളയുന്നുമില്ല. തുടർന്ന് അവൻ അതോറിറ്റീസിന്റെ അടുത്ത് അവളെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞ് അവളുടെ ജോലി കളയിക്കുന്നു. ഇതേ സമയം അങ്കിൾ എന്തോ ഒന്ന് മനസ്സിൽ പദ്ധതി ഇട്ടുകൊണ്ട് ഗാവോയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു ആക്സിഡന്റ് വരുത്തി തീർത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഗാവോ സനയോടും ക്വിന്നിനോടും നമുക്കിനി അങ്കിളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുള്ള ആ ഒരു കാര്യമൊക്കെ നിർത്താം, ഇതൊന്നും ശരിയാവില്ല എന്നെല്ലാം പറയുമ്പോൾ അതിനോട് സന യോജിക്കുന്നില്ല. തുടർന്ന് ഇവർക്കിടയിൽ വാഗ്വാദം ഉണ്ടാകുന്നു. അതുകൊണ്ട് സന അടുത്ത ദിവസം തന്നെ ലിയാനെ ചെന്ന് കണ്ട് ഗാവോ അവന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന്
ഇപ്പോ വഴുതി മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നെല്ലാം പറയുന്നു. ഈ സമയം ലിയാൻ എനിക്കിപ്പോ അവനോട് പഴയ ഇഷ്ടമൊന്നുമില്ല, അവൻ എന്നെ റിജക്ട് ചെയ്തതിനു ശേഷം ഞാൻ അവനെ മൈൻഡേ ചെയ്യുന്നില്ല, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കേണ്ടപടി നടന്നില്ലെങ്കിൽ ഒരു അനുകമ്പയും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല, ഡീൽ എപ്പോഴും ഡീലായിരിക്കണമെന്നെല്ലാം ലിയാൻ പറയുന്നു. ഇതേ സമയം ഈ ക്വിന്നിന്റെ അടുത്ത് ചെന്ന് ഇനി സിംഗും ഗാവോയും വീണ്ടും കണ്ടുമുട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ സഹായിക്കണമെന്ന് പറയുന്നു. പിന്നീട് ജോലി പോയെങ്കിലും സിംഗ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാഷും കൊണ്ട് അങ്കിളിനും ഗാവോയ്ക്കും ഒക്കെ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്നു. ഈ സമയം ഈയും അവളുടെ കൂടെയുണ്ട്. ഈ അവൾക്കൊരു ഡയമണ്ട് റിംഗ് ആ സമയം ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഇവർ വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ ഈ സിംഗിന്റെ കൂടെ ഉള്ളത് ഗാവോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് അവൻ ആ കാര്യം പറഞ്ഞ് അവളോട് സംസാരിക്കുന്നു. അവന്റെ ഇഷ്ടം തുറന്നു പറയുന്ന രീതിയിൽ വരുന്നുണ്ട്. ഒരു ഉമ്മ കൊടുക്കാന്ന് വിചാരിക്കുന്ന സമയത്താണ് സന കയറി വരുന്നത്. അങ്ങനെ അത് ഡിസ്റ്റർബ്ഡ് ആകുന്നു. പിന്നീട് ഇവരെല്ലാരും കൂടി ബാറിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് സിംഗിനെ അസൂയ പിടിപ്പിക്കാനായി ഗാവോ അവിടെ കണ്ട പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ഇത് സിംഗിനേക്കാളേറെ സനയാണ് ഹേർട്ട് ചെയ്യുന്നത്. അവൾ വിഷമിച്ച് വെളിയിലേക്ക് പോകുമ്പോൾ ക്വിന്നിന് കാര്യം മനസ്സിലായി. അവൻ അവളോട് നിന്റെ ഇഷ്ടം ഗാവോയോട് തുറന്നു പറയാനായി പറയുന്നു. പക്ഷെ അവൾക്കൊരു മടി പോലെയുണ്ട്. അവൾ അതിനെപ്പറ്റി ക്വിന്നിനോട് വെളിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അകത്ത് ഗാവോ മറ്റു പെൺകുട്ടികളോട് സംസാരിക്കുന്നത് കണ്ട് സിംഗിന് അസൂയ മൂത്തിട്ടുണ്ടായിരുന്നു. അവൾ ആ കാര്യം പറഞ്ഞ് ഗാവോയുടെ അടുത്തുണ്ടായിരുന്ന പെൺകുട്ടികളെ വഴക്കിട്ട് ഓടിക്കുന്നു. അതിനുശേഷം അവളും ഗാവോയും സംസാരിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടം തുറന്നു പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും സനയുടെ എൻട്രി. സന ഒന്നാമത് ഡ്രിങ്ക്സ് അടിച്ചിരിക്കുകയാണ്. കൂടാതെ ക്വിന്നും അവളുടെ ഇഷ്ടം തുറന്നു പറയാനായി പ്രേരിപ്പിച്ചു. അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ വായിൽ വന്ന കാര്യങ്ങളെല്ലാം സന വിളിച്ചു കൂവുന്നു. അവൾക്ക് ഗാവോയെ ഇഷ്ടമാണെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അടുത്ത ദിവസമാണ് സന ഉണരുന്നത്. കഴിഞ്ഞ ദിവസം ഓരോന്നും വിളിച്ചു കൂവി കഴിഞ്ഞ് അവള് ലെക്ക് കെട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ എണ്ണീറ്റ് അവൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ്. ചിരിക്കാനായിട്ട് കാരണം ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, കരയാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസം കള്ളു കുടിച്ചിട്ട് കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങൾ. അവൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഗാവോയെ പ്രപ്പോസ് ചെയ്യാനായി പോകുന്നു. പക്ഷെ അവൻ അവളുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്യുന്നു. ഇതേ സമയം സിംഗിനെ ഈയും പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ തന്റെ ഉള്ളിൽ ഗാവോ മാത്രമേ ഉള്ളൂ, ഈ അവൾ ഒരിക്കലും ആ ഒരു ലവറിന്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ കൊടുത്തിരുന്ന ഡയമണ്ടിന്റെ റിംഗ് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് ക്വിൻ വീട്ടിലെത്തുമ്പോൾ സനയെ കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇവൾ എവിടെ പോയെന്നറിയാതെ ടെൻഷനിൽ അവൻ ഗാവോയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സന തന്റെ കൂടെ ഇല്ലെന്ന് ഗാവോ പറയുന്നു. തുടർന്ന് ക്വിൻ ഭ്രാന്ത് പിടിച്ച പോലെ സനയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒടുക്കം അവളെ ഒരു പാർക്കിൽ വെച്ച് കാണുന്നു. അവിടേക്ക് സനയെ അന്വേഷിച്ച് ഗാവോയും എത്തിയിട്ടുണ്ടായിരുന്നു. സനയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കാണുമ്പോഴാണ് ക്വിന്നിനും ഗാവോയ്ക്കും സമാധാനമാകുന്നത്. പക്ഷെ അവിടെ അല്പനേരം സംസാരിച്ചിരുന്നു കഴിഞ്ഞ് പിരിയാൻ നേരം ഗാവോ ഇനി നമുക്ക് പഴയ പോലെ 3 പേർക്കും ഒന്നിച്ച് തുടരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി പിരിയാമെന്ന് പറയുന്നു. ഗാവോ ഈ പറഞ്ഞത് ക്വിന്നിനെയും സനയും വല്ലാതെ വിഷമിപ്പിച്ചു. ഇങ്ങനെ നീ പറയല്ലേ എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇതാണ് ഇപ്പോൾ നമ്മുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതെന്ന് അവൻ പറയുന്നു. അങ്ങനെ പിന്നീട് സന അവളുടെ താമസം വീട്ടിൽ നിന്ന് കാരവാനിലേക്ക് മാറ്റുന്നു. കൂടാതെ സിംഗും ഗാവോയും പരസ്പരം അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞ് പ്രണയിക്കാൻ തീരുമാനിക്കുന്നു. ഇതിന്റെ ഇടയിൽ സനയും ക്വിന്നും രഹസ്യമായി ഗാവോ അറിയാതെ ഗാവോയുടെ അങ്കിളുടെ ആ ഒരു ബോക്സ് തുറക്കാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അതിന്റെ റിസർച്ചിലായിരുന്നു ക്വിൻ. ഈ ഇപ്പോഴും സിംഗിനെ പ്രണയിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല. അവൻ അതിനായിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്തുന്നു. അവളോട് അതിനെപ്പറ്റി പലപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ എനിക്ക് നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂവെന്ന് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഗാവോ ആണെങ്കിൽ അങ്കിളിനെ ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടേക്കെങ്കിലും മാറ്റാനായി നോക്കുന്നു. അങ്കിളുടെ രഹസ്യമൊന്നും ഇനി അന്വേഷിക്കാനായി അവന് താല്പര്യമില്ലല്ലോ. അതിനായി അങ്കിളുടെ അവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നൽകുന്നു. കൂടാതെ അങ്കിളിനെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനും തീരുമാനിക്കുന്നു. ഇതേ സമയം ക്വിൻ അങ്കിളുടെ ബോക്സ് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്നും അതിന്റെ ഡീറ്റെയിൽസും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവന് മനസ്സിലാവുന്നത് ഈ ഒരു ബോക്സിന്റെ ക്രിയേറ്റർ സത്യത്തിൽ ഗാവോയുടെ അച്ഛനാണെന്ന്. ഗാവോയുടെ അച്ഛനാണ് ഈ ബോക്സ് നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കുന്ന അവൻ ഷോക്കാവുന്നു. അവൻ ഇക്കാര്യം സനയെ അറിയിക്കാനായി പോകുന്നു. അങ്ങനെ എയർപോർട്ടിലോട്ടുള്ള യാത്രാമധ്യേ സനയുടെ ഫോൺ കോൾ ഗാവോയ്ക്ക് വരുന്നു. അങ്കിളുടെ കയ്യിലിരിക്കുന്ന പെട്ടി ഗാവോയുടെ അച്ഛന്റേതാണെന്ന് അവൾ വഴി അറിയുന്ന അവൻ ഷോക്കാവുകയാണ്. ഇതേ സമയം ഇവരുടെ വണ്ടിയെ ലിയാന്റെ ആളുകൾ പിന്തുടരുന്നു എന്ന് ഗാവോ മനസ്സിലാക്കുന്നു. അവൻ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അങ്കിളുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അവനെ ലിയാന്റെ ആളുകൾ പിടിച്ചോണ്ട് പോകുന്നു. ലിയാൻ, നിന്നെ ഞാൻ ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ട്, അത് പൂർത്തിയാക്കാതെ എന്നെ വിഡ്ഢിയാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അവരുടെ ആളുകളെ കൊണ്ട് അവനെ അടുപ്പിക്കുന്നു. ഇതേ സമയം ഇവനെ ലിയാന്റെ ആളുകൾ പിടിച്ചോണ്ട് പോകുന്നത് സിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഈയും കൂട്ടി വന്ന് ലിയാന്റെ അടുത്ത് നിന്ന് ഗാവോയെ രക്ഷിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് അവനെ ക്വിന്നും സനയും വന്ന് കാണുകയാണ്. യഥാർത്ഥത്തിൽ ഗാവോയുടെ അങ്കിളാണെന്ന് അവൻ കരുതുന്നത് അവന്റെ അങ്കിൾ അല്ലെന്നും അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരനായ ആളാണെന്നും ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്ന ഗാവോ ക്വിന്നിന്റെയും സനയുടെയും നിർദ്ദേശപ്രകാരം വീണ്ടും ഈ സത്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാനും ആ പെട്ടിയുടെ സീക്രട്ട് അറിയാനും ഒന്നിച്ച് ഒരു ഗ്രൂപ്പായി തന്നെ മുന്നത്തെ പോലെ പ്രവർത്തിക്കാമെന്ന് തീരുമാനിക്കുന്നു.
ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന ക്വിന്നിന്റെ കൂടെ വീണ്ടും ആ വീട്ടിലേക്ക് കാരവാനിൽ നിന്ന് താമസം മാറ്റുന്നു. തന്റെ അച്ഛനെയും അമ്മയും കൊന്ന അങ്കിളിനെ കൊല്ലാനായി ഗാവോ കത്തിയെടുക്കുന്നുണ്ടെങ്കിലും സിംഗ് അത് കാണുന്നത് കൊണ്ട് അവന്റെ പദ്ധതികൾ പാളുന്നു. ഇത്രയും നാള് തന്റെ അങ്കിളാണെന്ന് അവൻ കരുതിയ ആള് അച്ഛന്റെയും അമ്മയുടെയും കൊലയാളിയാണെന്ന കാര്യം അവനെ വല്ലാതെ മാനസികമായി തളർത്തുന്നു. അവൻ പണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പിന്നീട് സിംഗുമായി പോകുന്നു. അവിടെ എത്തുന്ന അവൻ പഴയ ഓർമ്മകളിൽ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ സിംഗ് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം അവിടേക്ക് എത്തുന്ന സന സിംഗിന്റെയും ഗാവോയുടെയും റിലേഷനെ അക്സെപ്റ്റ് ചെയ്യാനായി മനസ്സുകൊണ്ട് തയ്യാറാകുന്നു. ഇതേ സമയം ഗാവോ അവന്റെ ഈ പഴയ വീട്ടിലേക്ക് എത്തിയതെല്ലാം ഡോങ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഡോങ്ങിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ചെൻ എന്ന ഗാവോയുടെ ആ ഒരു അങ്കിളെന്ന് അവൻ കരുതിയ ആളിന്റെ കൊളീഗിന്റെ മകനാണ് ഗാവോ. ചെന്നിന് ഒരു മൈനിനെ പറ്റി അറിയാം. അതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താനായി ചെന്നിന്റെ കൊളീഗിനെ ഡോങ് ഇടയ്ക്ക് തിരക്കിയിരുന്നു. പക്ഷെ ആ കൊളീഗ് മരിച്ചു എന്ന് അറിഞ്ഞതുകൊണ്ട് ആ കൊളീഗിന്റെ മകനെയും ഡോങ് തിരക്കുന്നുണ്ടായിരുന്നു. ആ മകനാണ് ഗാവോ എന്ന് ഇപ്പോഴാണ് ഡോങ് തിരിച്ചറിയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സനയുടെയും ക്വിന്നിന്റെയും കൂടെ ഡ്രിങ്ക്സ് അടിച്ച് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ പറ്റിയെല്ലാം സങ്കടപ്പെട്ട് സംസാരിക്കുന്ന ഗാവോയെയാണ്. അച്ഛന്റെയും അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ ആ ചെന്നാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എല്ലാം അറിഞ്ഞ രീതിയിൽ അയാളുടെ മുന്നിൽ പെരുമാറില്ല. നമുക്ക് ഇനിയും ചില കാര്യങ്ങൾ അറിയാനൊക്കെ ബാക്കിയില്ലേ എന്ന് ഗാവോ പറയുന്നു. ഇതേസമയം വീട്ടിൽ ചെന്നും സിംഗും തനിയാണ് ഉള്ളത്. അവിടേക്ക് ഡോങ്ങിന്റെ ആളുകൾ എത്തി ചെന്നിനെ തട്ടിക്കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ സിംഗ് ഇടയിൽ കയറുന്നു. അങ്ങനെ അവിടെ നടക്കുന്ന അടിപിടിയിൽ ഡോങ്ങിന്റെ തലയ്ക്ക് പരിക്കേൽക്കുന്നു. ചെന്നിനാണെങ്കിൽ വെടിയേക്കുന്നു. തുടർന്ന് ഡോങ്ങിനും ആളുകൾക്കും ചെന്നിനെ തട്ടിക്കൊണ്ടു പോകാതെ മടങ്ങി പോകേണ്ടി വരുന്നു. പിന്നീട് സിംഗ് ചെന്നിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ ഈ കാര്യം പറയാനായി ഗാവോയെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഡ്രിങ്ക്സ് അടിക്കുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് ഫോൺ കണ്ടതേയില്ല. അടുത്ത ദിവസമാണ് അവൻ ഈ കാര്യം അറിയുന്നത്. അവൻ വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ചെന്നിന്റെ മുന്നിൽ ഒരു കാര്യവും അറിയാത്ത രീതിയിലാണ് അവൻ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ചെൻ ഹോസ്പിറ്റലിലായ ഈ ഒരു സമയം ക്വിന്നും സനയും കൂടി ചെന്നിന്റെ ബോക്സ് അൺലോക്ക് ചെയ്യാണ്. അതിൽ നിന്ന് അവർക്ക് ഒരു ഫോട്ടോയും ഒരു മാപ്പ് പോലത്തെ ഇല്ലുസ്ട്രേഷനുമാണ് കിട്ടുന്നത്. അവരതെല്ലാം ഫോണിൽ ഫോട്ടോ എടുത്ത് തിരിച്ച് ആ ബോക്സ് പഴയ പോലെ ലോക്ക് ചെയ്ത് വെക്കുന്നു. ഇതേ സമയം ഈയുടെ വ്ലോഗിൽ ല്യൂ എന്ന ഒരു പെൺകുട്ടി അസിസ്റ്റന്റ് ആയി വന്ന് ജോയിൻ ചെയ്യുന്നു. ല്യൂ പണ്ട് തൊട്ടേ ഈയെ വൺ സൈഡായി പ്രണയിക്കുന്നതാണ്. പക്ഷെ ആ കാര്യം ഈക്കൊട്ട് അറിയുകയുമില്ല. ഇതിന്റെ ഇടയിലാണ് ഇങ്ങനെ അടിപിടി ഉണ്ടായ കാര്യം ഈ അറിയുന്നത്. അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. സിംഗിന് വല്ലതും പറ്റിയെന്ന് പേടിച്ചാണ് അവൻ എത്തുന്നത്. പക്ഷെ അവൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് അറിയുമ്പോൾ അവൻ ആശ്വാസമാകുന്നുണ്ടെങ്കിലും ഗാവോ കാരണം സിംഗിന് എന്തെങ്കിലും അപകടം പറ്റുമെന്ന തരത്തിൽ അവൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ഗാവോയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് ചെറിയ വഴക്കാവുന്നു. ആ വഴക്കിൽ സിംഗ് ഗാവോയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഈയെ അവൾ തള്ളി പറയുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് ചെന്നിന് സിംഗിന്റെ ട്രൈബിലെ ഒരു ലേഡിയെ മുന്നേ അറിയാമെന്നതാണ്. ഈ ലേഡിയും ചെന്നും നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു ആ ഒരു ബോക്സിനകത്തുണ്ടായിരുന്നത്. ആ ലേഡി മറ്റാരുമല്ല, സിംഗിന്റെ ട്രൈബിലെ ആ ഒരു ജ്യോതിഷിയാണ്. അങ്ങനെ പിന്നീട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഗാവോ സിംഗ് ഈയുടെ കൂടെ വെളിയിൽ പോയ നേരത്തിന് ക്വിന്നിനെയും സനയെയും ഇവരുടെ ഈ കാര്യങ്ങൾ അറിയാവുന്ന മറ്റൊരു സുഹൃത്തിനെയും കൂട്ടുപിടിച്ച് ചെന്നിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായി കൊണ്ടുപോകുന്നു. പക്ഷെ ചെൻ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അമൂല്യ കല്ലുകളുള്ള ഒരു സ്ഥലം മാപ്പിൽ അടയാളപ്പെടുത്തിയതിനെ പറ്റി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല, കൂടാതെ അങ്ങനെ ഒരു സ്റ്റോണും ഇല്ല, അത് ഞാനും നിന്റെ അച്ഛനും കൂടി കെട്ടിച്ചമച്ചതാണെന്ന് ചെൻ ഗാവോയോട് പറയുന്നു. പിന്നീട് ഇവരുടെ ശ്രദ്ധ മാറുന്ന ഗ്യാപ്പിന് ചെൻ ഇവരുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയി പോകുന്നു. ഗാവോയെ തന്റെ വരുതിക്ക് കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്ന ചെൻ സിംഗിനെ താൻ അപകടത്തില വേഗം വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യുന്നു. തുടർന്ന് സിംഗ് ചെൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും അവിടേക്ക് അപ്പോഴേക്കും ചെന്നിനെ അന്വേഷിച്ച് സനയും ആളുകളും എത്തുന്നത് കൊണ്ട് ചെന്നിന് സിംഗിന്റെ അടുത്ത് പോവാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടേണ്ടി വരുന്നു. ഇതേസമയം ഗാവോ സിംഗിനോട് ചെൻ നീ കരുതുന്നത് പോലെ നല്ല ആളല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കത് തലയിൽ കയറുന്നില്ല. രക്ഷപ്പെടാൻ ശ്രമിച്ച ചെൻ ചെന്ന് പെടുന്നത് ലിയാന്റെയും ഡോങ്ങിന്റെയും പിടിയിലാണ്. തുടർന്ന് അവർ ഇയാളോട് ചോദിക്കുമ്പോൾ സിംഗിന്റെ ട്രൈബൽ ഏരിയ ഉള്ള സ്ഥലത്താണ് അമൂല്യമായ സ്റ്റോൺസ് ഉള്ളതെന്ന കാര്യം ചെൻ വെളിപ്പെടുത്തുന്നു. ഇതുകൊണ്ട് തന്നെ സിംഗിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ട്രൈബൽ ഏരിയയിലേക്ക് ചെന്ന് തങ്ങളുടെ കാര്യം നേടിയെടുക്കാനായി ലിയാനും ഡോങ്ങും ചെന്നിന്റെ കൂടെ പ്ലാൻ ചെയ്യുന്നു. തുടർന്ന് ലിയാനും ഡോങ്ങും സിംഗിന്റെ പുറകിലാണെന്ന കാര്യം മനസ്സിലാക്കുന്ന ഗാവോയും സനയും ഒക്കെ അവളെ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് വിടാനായി പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അവൾ തിരിച്ചു പോവില്ല നേരാവണ്ണം പറഞ്ഞാലെന്ന് മനസ്സിലാക്കുന്ന അവർ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. തുടർന്ന് സിംഗ് ഗാവോയെ അന്വേഷിച്ച് അവന്റെ വീട്ടിലെത്തുമ്പോൾ അവൾ കാണുന്നത് ഒന്നിച്ചൊരു ബെഡിൽ കിടക്കുന്ന സനയും ഗാവോയുമാണ്. ഗാവോ തന്നെ പറ്റിച്ചു എന്ന് കരുതി സിംഗ് പിണങ്ങി പോകണം എന്നത് കരുതി ഇവർ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഇതേ സമയം മുന്നേ തന്നെ തന്റെ വീട്ടിൽ നിന്ന് സിംഗ് പിണങ്ങി ഇറങ്ങുന്ന സമയം അവളെ സേഫായി കൂടെ കൂട്ടി ആ ഒരു ക്ലിഫിന്റെ അടുത്ത് കൊണ്ടാക്കണം. അവിടെ നിന്ന് അവൾക്ക് അവളുടെ ട്രൈബിലേക്ക് തിരിച്ചു പോകാൻ എളുപ്പമായിരിക്കും. അല്ലാതെ അവളെ തനിയെ വിട്ടാൽ അവൾ ശത്രുക്കളുടെ കയ്യിൽ പെടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞ സമയത്ത് ഈക്ക് സിംഗിനെ ചെന്ന് പിക്ക് ചെയ്യാനായി സാധിച്ചില്ല. അവൻ അതിന് പോകാൻ ഒരുങ്ങിയതാണെങ്കിലും ലൂ ഇടയിൽ കയറി അവളുടെ പ്രണയവും അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയും വെളിപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് ലേറ്റ് ആയത്. ആ കാര്യം പറഞ്ഞ് ലൂവും ഈയും തമ്മിൽ പിന്നീട് വഴക്കാവുന്നു. അങ്ങനെ
ലൂ പിണങ്ങി പോവുകയും ചെയ്യുന്നു. ഇതേ സമയം ഈ കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്യാൻ എത്താഞ്ഞതുകൊണ്ട് പേടിച്ചതുപോലെ ചെന്നിന്റെ കയ്യിൽ തന്നെ സിങ് ചെന്ന് പെടുന്നു. ചെൻ സിങ്ങിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. സിങ് മിസ്സിംഗ് ആണെന്ന കാര്യം അറിയുന്ന ഗാവോ വല്ലാതെ ടെൻഷനായി ലിയാന്റെ അടുത്ത് ചെന്ന് സിങ്ങിനെ റിലീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ലിയാൻ ഒന്നും തയ്യാറാകുന്നില്ല. തുടർന്ന് ലിയാനും ഡോങ്ങും വേഗം ചെന്ന് ചെന്നിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് അടുത്ത 24 മണിക്കൂറിനകം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ സിങ്ങിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണമെന്ന് പറയാണ്. പക്ഷേ ചെന്നിന്റെ പദ്ധതികൾ മറ്റൊന്നായിരുന്നു. ലിയാനെയും ഡോങ്ങിനെയും പറ്റിച്ച് എല്ലാം സ്വന്തമായി കൈക്കലാക്കാനായി അയാൾ ലിയാന്റെ സെക്യൂരിറ്റി ഗാർഡുകളെ അടിച്ചിട്ട് സിങ്ങുമായി അവിടെ നിന്ന് പുറപ്പെടുന്നു. പക്ഷെ പോകുന്ന വഴി ഞാൻ ഇവിടെയുള്ള എന്റെ നല്ല ഫ്രണ്ടായ ഈയോട് യാത്ര പറയാതെ വരില്ല എന്ന് സിങ് വാശി പിടിച്ചതിനെ തുടർന്ന് ഫോൺ മാർഗം ഈയെ സിങ് വിളിക്കുന്നു. ഈ സമയം ഈ ലൂവിന്റെ അടുത്തെത്തി അവളോട് മാപ്പ് പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. എന്തായാലും അതിന്റെ ഇടയിൽ ഈ കോൾ എടുക്കുന്നുണ്ട്. സിങ്ങിന്റെ കാര്യം അറിയുന്ന അവൻ 10 മിനിറ്റ് നീ ഒന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേ, ഞാൻ വരാമെന്ന് പറയുന്നു. പക്ഷെ അവൻ നേരിട്ട് പോകാതെ വേഗം തന്നെ ഈ കാര്യം ഗാവോയെ വിളിച്ചറിയിക്കുന്നു. പക്ഷേ 10 മിനിറ്റിനകം ഗാവോയ്ക്ക് സിങ് ഉള്ള ലൊക്കേഷനിലേക്ക് എത്താൻ സാധിച്ചില്ല. അവൻ വന്നപ്പോൾ അല്പം ലേറ്റായി. 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ചെൻ സിങ്ങിനെയും കൂട്ടി അവളുടെ ട്രൈബിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രൈബിലേക്ക് പോകുന്ന വഴി ലൊക്കേഷൻ എല്ലാം മനപ്പാടമാക്കാനായി ചെൻ ശ്രമിക്കുന്നു. എല്ലാം ഒറ്റയ്ക്ക് കൈക്കലാക്കുക എന്നതാണല്ലോ അയാളുടെ പദ്ധതി. പക്ഷെ ട്രൈബിൽ എത്തിയപ്പോഴേക്കും സിങ് ചെന്നിനെ കൂട്ടിലിട്ട് അടയ്ക്കുന്നു. പുറമെ ഭാവിച്ച പോലെ ചെൻ അത്ര നല്ലവനല്ല എന്ന കാര്യം തനിക്ക് മനസ്സിലായി എന്നാണ് സിങ് പറയുന്നത്. കൂടാതെ ഗാവോ തന്നെ പറ്റിച്ചിട്ടില്ല, അവൻ തന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ സമയം സനയുടെ കൂടെ അങ്ങനെ ആക്ട് ചെയ്തതെന്ന് തനിക്ക് അറിയാമെന്നും അവള് പറയുകയാണ്. ഇതേസമയം സിങ്ങിനെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ആകെ സങ്കടത്തിലാണ് ഗാവോ. ആ സമയത്താണ് ലിയാന്റെയും ഡോങ്ങിന്റെയും ഫോൺ അവന് ലഭിക്കുന്നത്. സിങ് തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, നീ എത്തിയാൽ അവളെ വെറുതെ വിടാമെന്ന് അവർ പറയുന്നതിനെ തുടർന്ന് ഇവൻ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. സിങ് എസ്കേപ്പ് ആയി പോയതുകൊണ്ട് മുന്നേ ഒരു വട്ടം അവളുടെ ട്രൈബിൽ പോയി തിരിച്ചു വന്ന ഗാവോയ്ക്ക് അങ്ങോട്ടേക്കുള്ള വഴി അറിയാം. അവനെ വെച്ച് ആ വഴി കണ്ടുപിടിക്കാമെന്നോ കരുതിയാണ് ഇവരിങ്ങനെ കള്ളം പറഞ്ഞ് ഇവനെ വരുത്തുന്നത്. എന്തായാലും ആ ചതിക്കുഴിയിൽ അവൻ വീഴുന്നു. അവൻ ഇവരുടെ കെണിയിലാകുന്നു. ഇവരവനെ ശാരീരികമായി ഉപദ്രവിച്ച് സിങ്ങിന്റെ ട്രൈബിലേക്കുള്ള മാപ്പ് അവനെ കൊണ്ട് വരപ്പിക്കാനായി നോക്കുന്നു. പക്ഷേ സിങ് ഇവരുടെ കസ്റ്റഡിയിലില്ല. താൻ ഇനി മാപ്പ് കാണിച്ചു കൊടുത്താലാണ് അവൾക്കും അവളുടെ ട്രൈബൽ ആളുകൾക്കും അത് അപകടമാകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഗാവോ സത്യം വെളിപ്പെടുത്താനായി തയ്യാറാവുന്നില്ല. ഇതേസമയം സനയും ക്വിന്നിനെയും കോണ്ടാക്ട് ചെയ്ത് ലിയാനും ഡോങ്ങും ഗാവോ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, എത്രയും പെട്ടെന്ന് സിങ്ങിനെ ഇവിടെ എത്തിച്ചാൽ അവനെ വെറുതെ വിടാമെന്ന് പറയുന്നു. ഗാവോയ്ക്ക് അപകടം സംഭവിക്കുമെന്ന പേടിയിൽ സന വല്ലാതെ ടെൻഷനാവുന്നു. അവൾ വായിൽ വന്നതെല്ലാം ക്വിന്നിനെ പറയുന്നു. നീ ഒരു ഭീരുവാണ്, ചങ്കൂറ്റമില്ലാത്തവനാണ് എന്നെല്ലാം. ഈ ഒരു വാക്കുകൾ ക്വിന്നിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. അവൻ ഭക്ഷണത്തിൽ ഉറക്കഗുളിക ചേർത്ത് സനയ്ക്ക് കൊടുത്ത് അവളെ വീട്ടിൽ ഉറക്കിക്കെടുത്തി തനിയെ ഗാവോയെ രക്ഷിക്കാനായി പോകുന്നു. അവൻ അതിന് സാധിക്കുന്നുണ്ടെങ്കിലും അവന് പരിക്കേൽക്കുന്നു. തുടർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയം സന അവിടേക്ക് എത്തുമ്പോൾ അവൻ ഇത്രയും നാള് സനയോടുള്ള ഇഷ്ടം ഉള്ളിൽ ഒതുക്കി വെച്ചത് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഗാവോ പെട്ടെന്ന് തന്നെ സിങ്ങിന്റെ സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ലിയാന്റെയും ഡോങ്ങിന്റെയും കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായി മുൻകരുതൽ കൊടുക്കാനായി. പക്ഷെ അപ്പോഴേക്കും ലിയാനും ഡോങ്ങും ഇങ്ങോട്ടേക്കുള്ള വഴി മനസ്സിലാക്കി യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം കൂട്ടിൽ കിടക്കുന്ന ചെന്നിനെ അവിടെയുള്ള ആ ഒരു ജ്യോതിഷി തിരിച്ചറിയുന്നു. ഈ ജ്യോതിഷിയുടെ പേര് യൂഹാൻ എന്നാണ്. യൂഹാനും ചെന്നും വർഷങ്ങൾക്ക് മുന്നേ ലവേഴ്സ് ആയിരുന്നു. ചെൻ നല്ലവനല്ല, ആർത്തി പിടിച്ചവനാണ്, അവൻ ചതിയനാണ് എന്നറിയാവുന്ന യൂഹാൻ ചെന്നിനെ കൊല്ലാനായി ശ്രമിക്കുമ്പോൾ സിങ് തടയുന്നു. ഈ സമയം മനസ്സ് മാറുന്ന ചെൻ ഈ ഒരു ട്രൈബൽ ആളുകൾക്ക് വരാൻ പോകുന്ന അപകടത്തെ പറ്റി പറയാണ്. ലിയാനും ഡോങ്ങും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തും, അപ്പോഴേക്കും നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ചെൻ പറയുന്നതിനെ തുടർന്ന് തന്റെ ആളുകളെ സിങ് സേഫായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ആ സമയത്താണ് അവിടേക്ക് ഗാവോ എത്തുന്നത്. അവനും ഇവിടേക്ക് ലിയാനും ഡോങ്ങും യാത്ര പുറപ്പെട്ടിട്ടുണ്ടെന്ന് സിങ്ങിനോട് പറയുമ്പോഴേക്കും ലിയാനും ഡോങ്ങും അവളുടെ ആളുകളും ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ വലിയ ഫൈറ്റ് നടക്കാണ്. ഈ ഫൈറ്റിന്റെ ഇടയിൽ സിങ്ങിനെയും ഗാവോയെയും ഡോങ് വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറുന്ന ചെന്നിന് വെടിയേൽക്കുന്നു. അയാൾ മരിക്കുന്നു. പക്ഷെ കൂടുതൽ ആപത്തുകൾ സംഭവിക്കുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് സനയും ഈയും പോലീസിനെ കൂട്ടിയെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മൈനിങ് ഏരിയയിൽ അതിക്രമിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ സ്വന്തമാക്കാനായി ശ്രമിക്കുകയും ഇവിടുത്തെ ട്രൈബൽ ആളുകളെ ആക്രമിക്കുകയും ചെയ്തതിന്റെ പേരിൽ ലിയാനെയും ഡോങ്ങിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ട്രൈബൽ ആളുകളെയും ഈ ഒരു ഏരിയയും സംരക്ഷിക്കാനായി ഗവൺമെന്റ് ആ സ്ഥലം റിസർവും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുമ്പോൾ ക്വിന്നും സനയും ഒഫീഷ്യൽ കപ്പിൾസായി സന്തോഷമായിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഗാവോ ഒരു ബീച്ചിൽ വെച്ച് സിങ്ങിനെ പ്രപ്പോസ് ചെയ്ത് അവരും ഇപ്പോൾ ഹാപ്പി ആയിരിക്കുന്നു. തന്റെ അവഗണന മൂലം തന്നെ ഇട്ടിട്ട് പോയ തന്റെ ബാല്യകാല സഖിയായ ലൂവിനെ തേടി പിടിച്ച് വളരെ ഗ്രാൻഡ് ആയ ഒരു പ്രപ്പോസൽ വെക്കുന്നു. അങ്ങനെ അവരും സന്തോഷമായി പ്രണയിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ 6 ലവ് ബേർഡ്സും ഹാപ്പിയായി ഒരു ബീച്ചിന്റെ സൈഡിൽ ക്യാമ്പ് ചെയ്ത് സമയം ചെലവഴിക്കുന്നതും ഡാൻസ് കളിച്ച് പാട്ടുപാടിയും എൻജോയ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.